നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശംഭുവാണ്. PSC പഠനത്തിന്റെ കഠിനമായ പാതകളിൽ നിങ്ങൾക്ക് കൂട്ടായി കാര്യങ്ങൾ എളുപ്പമാക്കിത്തരാനിതാ ശംഭു PSC. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് ഇന്ത്യൻ നിയമസംഹിതയിലെ ഒരു പുത്തൻ താരത്തെയാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അഥവാ BNSS. പഴയ CRPCക്ക് പകരക്കാരനായി വന്ന ഈ നിയമത്തിലെ ചില പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പുസ്തകത്തിലെ കട്ടിയുള്ള ഭാഷയൊക്കെ മാറ്റിവെച്ച് നമുക്ക് കഥകളിലൂടെയും ചോദ്യങ്ങളിലൂടെയും ഇതങ്ങു പഠിച്ചെടുക്കാം. റെഡിയല്ലേ? ഒരു ചായയൊക്കെ എടുത്ത് ചെവി കൂർപ്പിച്ചിരുന്നോളൂ, പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോ ആദ്യം തന്നെ എന്താണ് ഈ നിയമത്തിലെ ഏറ്റവും വലിയ പുതുമകളിലൊന്ന്? ടെക്നോളജിയുടെ കടന്നുവരവ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ നിർവചനം സെക്ഷൻ 2A, ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങൾ. വളരെ സിമ്പിളാണ്. നമ്മുടെ വീഡിയോ കോൺഫറൻസിംഗ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, എന്തിനേറെ പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്റെ ബോഡി ക്യാമറ വരെ ഇതിൽപ്പെടുത്താം. സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താനും പ്രതിയെ തിരിച്ചറിയാനും എന്തിനും ഏതിനുമിനി ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഒരു കഥ കേൾക്കൂ. കോഴിക്കോടുള്ള ഒരു മോഷണക്കേസിലെ പ്രധാന സാക്ഷിക്ക് വയനാട്ടിൽ നിന്ന് സ്റ്റേഷനിലെത്താൻ ബുദ്ധിമുട്ടുണ്ട്. പുതിയ നിയമപ്രകാരം പോലീസ് എന്തു ചെയ്യും? നേരെ ഒരു വീഡിയോ കോൾ ചെയ്യും. സാക്ഷിയുടെ മൊഴി ലൈവായി റെക്കോർഡ് ചെയ്യും. തെളിവ് റെഡി. ഇതാണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങളുടെ ശക്തി. അപ്പോ ഒരു ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗുകൾക്ക് ഇപ്പോൾ നിയമസാധുത കൂടിയോ കുറഞ്ഞോ? ഉറപ്പായും കൂടി, അല്ലേ? അടുത്തത് സിനിമയിലെ സ്ഥിരം വാക്കാണ് ജാമ്യം അഥവാ ബെയിൽ. സെക്ഷൻ 2B. BNSS ആദ്യമായി ജാമ്യത്തിനൊരു നിർവചനം നൽകി. ഒരു കുറ്റം ആരോപിക്കപ്പെട്ടയാളെ ചില വിവധിയോടെ നിയമത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുന്നതിനെയാണ് ജാമ്യമെന്നു പറയുന്നത്. ഇത് കുറ്റവിമുക്തനാക്കലല്ല കേട്ടോ. വിചാരണാ സമയത്ത് പുറത്തു നിൽക്കാനുള്ള ഒരു താൽക്കാലിക അനുമതി മാത്രം. ഇതിനോട് ചേർത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി പഠിക്കണം. സെക്ഷൻ 2C. ജാമ്യം ലഭിക്കാവുന്നതും ലഭിക്കാത്തതുമായ കുറ്റങ്ങൾ. ബെയിലബിൾ, ചെറിയ കുറ്റങ്ങൾ, ട്രാഫിക് നിയമലംഘനം പോലെ. ഇവിടെ ജാമ്യം നിങ്ങളുടെ അവകാശമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കിട്ടും. നോൺ ബെയിലബിൾ, കൊലപാതകം, ബലാത്സംഗം പോലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ. ഇവിടെ ജാമ്യം കോടതിയുടെ വിവേചനാധികാരമാണ്. കിട്ടാം, കിട്ടാതിരിക്കാം. ഒരു ചോദ്യം ചോദിക്കാം. നോൺ ബെയിലബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനി ജീവിതത്തിൽ ജാമ്യം കിട്ടില്ല എന്ന് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കോടതിക്ക് കേസിന്റെ സാഹചര്യം പരിഗണിച്ച് ജാമ്യം അനുവദിക്കാം. റിവിഷൻ ടൈം. ഒന്ന് നിർത്തി ഓർത്തു നോക്കിയാലോ? ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം മനസ്സിൽ പറയണം. 1. വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴിയെടുക്കുന്നത് ഏത് നിർവചനത്തിന്റെ ഭാഗമാണ്? 2. ഗുരുതരമായ കുറ്റങ്ങൾക്ക് ലഭിക്കുന്ന ജാമ്യം ഒരു അവകാശമാണോ അതോ കോടതിയുടെ വിവേചനാധികാരമാണോ? 3. ജാമ്യമെന്നാൽ കുറ്റവിമുക്തനാക്കലാണോ? മിടുക്കർ, നമുക്ക് തുടരാം. അടുത്തത് പോലീസിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട 2 വാക്കുകൾ. സെക്ഷൻ 2G. കോഗ്നൈസിബിൾ ഒഫൻസ് അഥവാ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റം. ഇതൊരു ഗൗരവമുള്ള കുറ്റമാണ്. ഒരു മോഷണം നടന്നു എന്ന് വിവരം കിട്ടിയാൽ പോലീസിന് ആരുടെ അനുവാദത്തിനും കാത്തുനിൽക്കാതെ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാം, അന്വേഷണം തുടങ്ങാം. ഇതിന്റെ നേരെ എതിരാണ് സെക്ഷൻ 2O, നോൺ കോഗ്നൈസിബിൾ ഒഫൻസ് അഥവാ പോലീസിന് കേസെടുക്കാൻ കഴിയാത്ത കുറ്റം. ഒരാൾ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു എന്ന് കരുതുക. ഇത് താരതമ്യേന ഗൗരവം കുറഞ്ഞ കുറ്റമാണ്. നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടാൽ അവർക്ക് നേരിട്ട് കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അവർ നിങ്ങളോട് പറയും നിങ്ങൾ കോടതിയെ സമീപിക്കൂ എന്ന്. കോടതിയുടെ ഉത്തരവ് കിട്ടിയാൽ മാത്രമേ പോലീസിന് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോ പോലീസിന്റെ കൈ കെട്ടിയിട്ടിരിക്കുന്നത് ഏതുതരം കുറ്റത്തിലാണ്? നോൺ കോഗ്നൈസിബിൾ. അടുത്തത് സെക്ഷൻ 2H, പരാതി. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോലീസിലൊരു പരാതി കൊടുക്കണം എന്നു പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ ആ പരാതിയല്ല ഈ പരാതി. BNSS പ്രകാരം പരാതി അല്ലെങ്കിൽ കംപ്ലയിന്റ് എന്നത് ഒരു മജിസ്ട്രേറ്റിന് നേരിട്ട് നൽകുന്നതാണ്. വാക്കാലോ എഴുതിയതോ ആകാം. ഒരാൾ കുറ്റം ചെയ്തു, അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോടതിയോട് നേരിട്ട് ആവശ്യപ്പെടുന്നതിനെയാണ് നമ്മൾ കംപ്ലയിന്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടില്ല. ഒരു കഥ കേൾക്കൂ. ഗീതയുടെ അയൽക്കാരൻ സ്ഥിരമായി അവരെ ശല്യം ചെയ്യുന്നു. ഗീത പോലീസിൽ പലതവണ വിവരമറിയിച്ചു, പക്ഷേ കാര്യമായ നടപടിയുണ്ടായില്ല. അവസാനം ഗീത ഒരു വക്കീലിനെ കണ്ട് നേരെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയാണ് നിയമപ്രകാരമുള്ള ശരിയായ പരാതി അഥവാ കംപ്ലയിന്റ്. ഇപ്പോൾ മജിസ്ട്രേറ്റ് ഒന്നുകിൽ നേരിട്ട് അന്വേഷിക്കാം അല്ലെങ്കിൽ പോലീസിനോട് അന്വേഷിക്കാൻ ഉത്തരവിടാം. അപ്പോ ഒരു ചോദ്യം. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന വിവരവും മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന പരാതിയും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. പോലീസിന് കൊടുക്കുന്നത് അന്വേഷണം തുടങ്ങാനും മജിസ്ട്രേറ്റിന് കൊടുക്കുന്നത് കോടതി നടപടികൾ തുടങ്ങാനുമാണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഈ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. BNSSലെ ഒരു പുത്തൻ താരമാണ് കക്ഷി.
സെക്ഷൻ 2 ഇലക്ട്രോണിക് ആശയവിനിമയം. പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം പിടികിട്ടിയില്ലേ? നമ്മുടെ വാട്സാപ്പ്, ഇമെയിൽ, ഫേസ്ബുക്ക് മെസഞ്ചർ, വീഡിയോ കോൾ, എന്തിനേറെ പറയുന്നു, ഒരു സാധാരണ SMS വരെ ഇലക്ട്രോണിക് ആശയവിനിമയമാണ്. എഴുത്തുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദ സന്ദേശങ്ങൾ, ഇങ്ങനെ ഡിജിറ്റലായി കൈമാറ്റം ചെയ്യുന്ന എന്തും ഇതിന്റെ പരിധിയിൽ വരും. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയാം. ഒരാൾക്ക് ഫേസ്ബുക്കിലൂടെ വ്യാജ പ്രൊഫൈലിൽ നിന്ന് ഒരു ഭീഷണി സന്ദേശം വരുന്നു. അയാൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പോലീസിൽ നൽകുന്നു. ഇവിടെ ആ ഭീഷണി സന്ദേശം ഒരു നിർണായക തെളിവാണ്. അതേത് ഗണത്തിൽപ്പെടും? അതെ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. BNSS വന്നതോടെ ഇത്തരം ഡിജിറ്റൽ തെളിവുകൾക്ക് കൂടുതൽ വ്യക്തതയും പ്രാധാന്യവും കൈവന്നു. ഇവിടെ ഒരു കൺഫ്യൂസിംഗ് ഫാക്റ്റുണ്ട്. ഒരു ഇലക്ട്രോണിക് സന്ദേശം തെളിവായി കിട്ടിയാൽ മാത്രം മതിയോ? പോരാ. അത് അയച്ചതാര്, അതിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ തെളിയിക്കേണ്ടിവരും. ഇനി നമ്മൾ കേട്ട് കൺഫ്യൂഷനാകുന്ന 2 വാക്കുകൾ: അന്വേഷണവും വിചാരണയ്ക്ക് മുമ്പുള്ള ഔദ്യോഗിക നടപടിയും. സെക്ഷൻ 2L അന്വേഷണം. ഇത് പോലീസിന്റെ ജോലിയാണ്. തെളിവ് ശേഖരിക്കലാണ് ലക്ഷ്യം. സാക്ഷികളെ ചോദ്യം ചെയ്യുക, തൊണ്ടിമുതൽ കണ്ടെത്തുക, മഹസർ തയ്യാറാക്കുക, ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. സെക്ഷൻ 2K ഇൻക്വയറി. ഇത് മജിസ്ട്രേറ്റിന്റെ ജോലിയാണ്. പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ കഴമ്പുണ്ടോ, കേസ് വിചാരണയ്ക്കെടുക്കണോ എന്ന് പരിശോധിക്കുന്ന പ്രാഥമിക നടപടിയാണിത്. ഒരു കഥ പറയാം. ഒരു കൊലപാതകം നടക്കുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവ് ശേഖരിക്കുന്നു. ഇത് അന്വേഷണം. ശേഷം ഈ തെളിവുകളുമായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. മജിസ്ട്രേറ്റ് ആ റിപ്പോർട്ട് പരിശോധിച്ച് പ്രതിക്കെതിരെ കേസ് നിലനിൽക്കുമോ എന്ന് തീരുമാനിക്കുന്നു. ഇതാണ് ഇൻക്വയറി. വ്യത്യാസം പിടികിട്ടിയോ? അവസാനമായി കേസിലെ പ്രധാനപ്പെട്ട 2 തരംതിരിവുകൾ: സെക്ഷൻ 2X സമൻസ് കേസും സെക്ഷൻ 2Z വാറണ്ട് കേസും. ഇത് തിരിച്ചറിയാൻ ഒരു മാന്ത്രിക സംഖ്യയുണ്ട്: 2 വർഷം. ഒരു കുറ്റത്തിന് കിട്ടാവുന്ന ശിക്ഷ 2 വർഷത്തിൽ താഴെയാണെങ്കിൽ അത് സമൻസ് കേസ്, താരതമ്യേന ലഘുവായ നടപടിക്രമങ്ങൾ. ശിക്ഷ 2 വർഷത്തിൽ കൂടുതലോ ജീവപര്യന്തമോ വധശിക്ഷയോ ആണെങ്കിൽ അത് വാറണ്ട് കേസ്, കൂടുതൽ ഗൗരവമേറിയ നടപടിക്രമങ്ങൾ. അപ്പോ ഒരു ചെറിയ കയ്യേറ്റം സമൻസ് കേസാണോ വാറണ്ട് കേസാണോ? ഉറപ്പായും സമൻസ് കേസ്. ഒരു ബാങ്ക് കവർച്ചയോ? അത് പക്കാ വാറണ്ട് കേസ്. സെക്ഷൻ 2Y ഇര. ഏറ്റവും മാനുഷികമായ നിർവചനം. ഒരു കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വേദന അനുഭവിക്കുന്നയാൾ ഇര. ഒരു കുറ്റകൃത്യം കാരണം ആർക്കാണോ നഷ്ടമോ പരിക്കോ വേദനയോ സംഭവിക്കുന്നത്, ആ വ്യക്തിയാണ് ഇര അഥവാ വിക്ടിം. ഇത് ശാരീരികമായ പരിക്ക് മാത്രമല്ല, മാനസികമായ ആഘാതമോ സാമ്പത്തിക നഷ്ടമോ ആകാം. ഇരയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഇര മരണപ്പെട്ടാലോ ആ വ്യക്തിയുടെ മാതാപിതാക്കളോ ലീഗലായ അവകാശികളോ ഇര എന്ന നിർവചനത്തിൽ ഉൾപ്പെടും. ഒരു ഉദാഹരണം നോക്കാം. ഒരു വാഹനാപകടത്തിൽ അരുണിന് സാരമായി പരിക്കേറ്റു. ഈ കേസിൽ ഇരയാരാണ്? അരുൺ. ഇനി അഥവാ അപകടത്തിൽ അരുൺ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ നിയമപരമായ അവകാശികളായി വരും. അവർക്ക് നഷ്ടപരിഹാരത്തിന് മറ്റും അവകാശമുണ്ടാവും. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കൊലപാതകം കണ്ടുനിൽക്കുന്ന ദൃക്സാക്ഷി പോലീസിൽ വിവരമറിയിക്കുന്നു. ഈ കേസിൽ ഇരയാരാണ്? ദൃക്സാക്ഷിയാണോ? അല്ല, കൊല്ലപ്പെട്ട വ്യക്തിയാണ് ഇര. വിവരം നൽകുന്ന ആളും ഇരയും എപ്പോഴും ഒരാളാകണമെന്നില്ല. ഈ വ്യത്യാസം മനസ്സിൽ വെച്ചോളൂ. ഫൈനൽ റിവിഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാം. റെഡി? 1. മജിസ്ട്രേറ്റിന് നേരിട്ട് കൊടുക്കുന്ന അപേക്ഷയ്ക്ക് നിയമം പറയുന്ന പേരെന്താണ്? 2. വാട്സാപ്പ് സന്ദേശം BNSS പ്രകാരം ഏത് നിർവചനത്തിൽ വരും? 3. കുറ്റകൃത്യം മൂലം നഷ്ടം സംഭവിക്കുന്നയാളെ എന്തു വിളിക്കും? ഗ്രേറ്റ്. ഇതോടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ പ്രധാനപ്പെട്ട എല്ലാ നിർവചനങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്തത്. ഓഡിയോ വീഡിയോ തെളിവുകൾ മുതൽ വാറണ്ട് കേസ് വരെ ഓരോ വാക്കും അതിന്റെ അർത്ഥവും നമ്മൾ ചർച്ച ചെയ്തു. ഈ റിവിഷൻ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ പഠനം ഉഷാറാക്കുക. ഓർക്കുക, സ്ഥിരമായ പരിശ്രമം വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്വന്തം ശംഭു സൈനിങ് ഓഫ്. Pay attention. Subscribe to this channel right now. Share this video with everyone. This is an order.